ഈ ജോർജ് സോറോസിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് സോറോസ്? എനിക്ക് തോന്നുന്നത് 100 വയസ്സ് അടുപ്പിച്ചുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ പറ്റി കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുവരുന്നുണ്ട്. വളരെ വലിയ അജണ്ടകൾ ഇന്ത്യയിൽ സാധ്യമാക്കുന്നതിനെ പറ്റി ഇപ്പോൾ കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇയാൾ പരാമർശം നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ ജോർജ് സോറോസിനോ ഇന്ത്യയിലുള്ള ഈ താല്പര്യം? അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാൾ ഇതൊക്കെ ചെയ്യുന്നു? ആരാണ് ഇയാൾ? ആക്ച്വലി ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് സോറോസിന് വളർന്നു വരുന്ന ഏതൊരു ഇക്കോണമിയിലുള്ള താല്പര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ ഇക്കോണമി ഷോർട്ട് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു പിടി രാജ്യങ്ങൾ പുള്ളിയുടെ ഈ അജണ്ടയിൽ പെട്ടിട്ട് തകർന്നിട്ടുണ്ട്. ചിലതൊക്കെ ഉയർത്തെണീറ്റിട്ടുണ്ട്, ചിലത് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഇന്ത്യ വളർന്നു വരുന്ന ഒരു ഇക്കോണമിയാണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ തന്നെ $5 ട്രില്യൺ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെയും അപ്പുറത്തേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു പൊട്ടൻഷ്യൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേർക്കുണ്ടാവുന്ന ലാഭം വളരെ വലുതാണ്. അതുകൊണ്ട് ഒബ്വിയസ് റീസൺസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഈ അജണ്ടയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹവും ഈ പറയുന്ന ആൾക്കാരുടെയും പൊളിറ്റിക്സാണ്, സംശയമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റ് നിയോ ലിബറൽ പൊളിറ്റിക്സിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും ഇവിടെ അതിന് വെല്ലുവിളിയാകുന്ന ഒരു പൊളിറ്റിക്സ് വളർന്നു വരുന്നത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സോ അതുകൊണ്ടാണല്ലോ അദ്ദേഹം എത്രയോ ഒരു $1 ബില്യൺ മറ്റോ നാഷണലിസത്തിനെതിരെ, സ്പെസിഫിക്കലി ഇന്ത്യൻ നാഷണലിസത്തിനെതിരെ ഡിക്ലെയർ ചെയ്തത്. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം യൂട്യൂബ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാഷണലിസ്റ്റ് പൊളിറ്റിക്സിനെതിരെ ഒരു അജണ്ടകൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈയിടെ ഞാനൊരു ട്വീറ്റ് കണ്ടായിരുന്നു. ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 2024 മാർച്ച് വരെയുള്ള റീച്ച്, അത് കഴിഞ്ഞ് 2 മാസത്തെ റീച്ച്, ഏപ്രിൽ മെയ്, അത് കഴിഞ്ഞ് ജൂണിലെ റീച്ച്, കറക്റ്റ് ഈ എലക്ഷൻ പ്രചാരണം നടന്നുകൊണ്ടിരുന്നിരുന്ന അല്ലെങ്കിൽ 5 ഘട്ടങ്ങളോ മറ്റോ ആയിട്ട് എലക്ഷൻ നടന്നിരുന്ന സമയത്ത് ആ പ്രൊഫൈലിൻ്റെ റീച്ച് താഴ്ന്നിരിക്കുകയാണ്. അതിന് മുമ്പുള്ള സമയവും അതിന് ശേഷമുള്ള സമയം റീച്ച് നോർമലാണ്. സോ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആ സമയത്ത് ഈ ഒരു സംഭവം കണ്ടൻറ്റ് സപ്രസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന് വേറൊരു ആർഗ്യുമെൻറ്റും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ എലക്ഷൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയകൾക്കൊക്കെ ചാകരയാണ്. ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് വരുന്നതും മത്സരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതും ആ സമയത്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് സ്പോൺസേഡ് പോസ്റ്റുകളല്ലാതെ ബാക്കിയുള്ള കണ്ടൻറ്റുകളെല്ലാം സപ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു ആർഗ്യുമെൻറ്റും കൂടിയുണ്ട്. പക്ഷേ അവിടെയും ഈ പറഞ്ഞൊരു മിസ്മാച്ച് കാണാം. ഈ ദേശീയ പക്ഷത്ത് നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു അഭിപ്രായങ്ങൾ ഉണ്ട്. സത്യമാണോ? അത് സമ്മതിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, പ്രചണ്ഡമായ പ്രചാരണത്തെ തടയാൻ കഴിഞ്ഞില്ല. ആ ഒരു TDM മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഈ പറയുന്ന ഇപ്പോൾ ജാതി സെൻസസ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീബീസ് ആയാലും ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന പ്രൊപ്പോസിഷൻസ് അല്ല. ഇതിന് പകരം ഇതിനേക്കാൾ വലിയ ഫ്രീബി കൊടുക്കുക അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും നയം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്റിന് പറ്റുന്ന കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോക്കിയാലറിയാം, 8 കോടിയോളം നോട്ടീസുകളാണ് ഈ ഒരു 1 ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വിതരണം വീടുകളിലെത്തിച്ചിരുന്നത്. അതെ, അതിനേക്കാൾ ഒരുപാട് അധികം വരും ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഓഡിയൻസ്. അതെ. അപ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ തുക എത്രയാണ്? നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്? സോ ബഡ്ജറ്റിനെ വളരെ എന്താ പറയുക, തച്ച് തകർക്കുന്ന രീതിയിലുള്ള ഒരു നമ്പേഴ്സാണ് നമുക്ക് ആ ഫ്രീബീസ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ആ ഒരു പ്രചാരണത്തിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പോരായ്മ തന്നെയാണ്. മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2019 ഈ ഒരു ന്യായ പദ്ധതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് വരും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഭാഗത്ത് ഒരു ഷോർട്ട് കമ്മിങ് വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്.